ഹലോ, ബിന്ദാസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മാംഗോ സാഗോ ഡിസേർട്ടാണ്. ഇത് ഒരു ഹോങ്കോങ് റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് മാംഗോ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലിടുക. അതിൻ്റെ ഒപ്പം പാസ്ചറൈസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിച്ച മിൽക്കോ ഒഴിക്കുക. അതിന് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ആ മാംഗോയുടെ മുകളിൽ നിൽക്കത്തക്കവണ്ണം അത് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട്. അതിനകത്ത് ഒരു പീസുകൾ പോലും ലെഫ്റ്റ് ആകാതെ നന്നായി അത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ചൗവരി, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചൗവരി എടുക്കുക. ഇത് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായി തിളപ്പിക്കുക. ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ തിളപ്പിച്ചെങ്കിൽ അതിൻ്റെ ആ വെള്ള കളറ് മാറി ഒരു ലൈറ്റ് ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മൾ തിളപ്പിക്കണം. ഇത് ഫ്ലോപ്പായോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ടേസ്റ്റായിരുന്നു. കുറച്ച് കട്ടി എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇത് നന്നായിട്ട് വേകണം. ഒരു 15 മിനിറ്റിന് മുകളിൽ നമ്മളത് വേവിച്ചെങ്കിൽ മാത്രമേ ഉള്ളത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് പിന്നെ ഞാൻ ചിയാ സീഡ് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഞാൻ അതും സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം തിളച്ച ചൗരി ചിയാ സീഡിനകത്ത് ഒഴിച്ച് ഞാൻ ഒരു സ്പൂൺ അതിനകത്ത് നിന്ന് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഈ ചിയാ സീഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഒരു കപ്പിനകത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അടുത്തത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത മാംഗോ പൾപ്പ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ കപ്പിനുള്ളിൽ ചിയാ സീഡ്സും ഈ ചൗരിയുമായിട്ടുള്ള മിശ്രിതത്തിലേക്ക് ഈ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കപ്പ് നിറയ്ക്കുക. പിന്നെ നമ്മളതിനെ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യുക. ഞാൻ അങ്ങനെ കീപ്പ് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ ഞാൻ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്തു. അതിനുശേഷം എടുത്തിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, അന്യായ ടേസ്റ്റായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. കാരണം ഞാൻ ഒരു കപ്പേ വെച്ചോളൂ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പം നമുക്ക് ഈ ചൗവരിയുടെ ചില ഗുണങ്ങളുണ്ട്. ചിയാ സീഡ്സിനാണെങ്കിലും നമുക്ക് നമ്മുടെ ഗട്ടിലുള്ള പ്രോബ്ലം, അതായത് നമുക്ക് വയറിനകത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ല ആശ്വാസം തരും. പിന്നെ ഈ സമ്മർ ടൈമിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നല്ലൊരു ഡെസേർട്ടാണ്. കൊച്ചു കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് പ്ലീസ്.